ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാൻ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്താ ഇന്ന് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇന്ന് അങ്ങനെ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട വന്നിട്ടില്ല. തലേ ദിവസം ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തലേ ദിവസം അതിനുള്ള മാവ് അരിയൊക്കെ സോക്ക് ചെയ്യാൻ വെച്ച് അരച്ച് എല്ലാം മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഇത് തുറന്ന് നോക്കുമ്പോൾ മാവ് പൊങ്ങി വന്നിട്ടില്ല. അപ്പം ആകെ ടെൻഷനായി. ഇനി ഇത് ചുട്ടാൽ റെഡിയാവുമോ? ഇഡ്ഡലി ഹാർഡായി പോവോ എന്നുള്ള ആ ഒരു മൈൻഡിലായി. പിന്നെ ഏതായാലും ഇന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചല്ലേ. ഏതായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ ഇഡ്ഡലി തന്നെ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നാട്ടിൽ നിന്നാവുമ്പോൾ ഉമ്മ ഈ അരി മാവ് വെച്ച് കഴിഞ്ഞാൽ രാത്രി വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്ന് നോക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ നിറഞ്ഞ് മറിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഞാൻ അതും വിചാരിച്ചിട്ടാണ് വന്നിന്. നോക്കുമ്പോൾ ഒന്നുമില്ല ട്ടോ. അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ ഈ ഇഡ്ഡലി ചെമ്പില്ലേ നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നതാ. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പെല്ലാം കഴിഞ്ഞുകൊണ്ട് ഉപകാരപ്പെടും. എന്തെങ്കിലുമെല്ലാം ഉണ്ടാക്കാമല്ലോ. രാവിലെ എണീറ്റ് വരുമ്പോൾ എന്തൊക്കെയോ വിചാരിച്ചിട്ടാണ് ഈ കിച്ചണിൽ വന്നിന്. പക്ഷേ ഇവിടെ വന്ന് കണ്ടു നോക്കുമ്പോൾ മൂഡ് ഫുള്ള് പോയേട്ടാ. പിന്നെ ഞാൻ ഇങ്ങനെ കൂടുതലായിട്ട് ചിന്തിച്ച് എന്തുകൊണ്ടായിരിക്കും ഇത് പൊങ്ങി വരാതിരുന്നേന്നുള്ളത്. 2 കപ്പ് പച്ചരിയും 1 കപ്പ് ഉഴുന്നും കുറച്ച് ഉലുവയാണ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിന്. ഒരു ഉച്ചയാകുമ്പോൾ വെച്ച് രാത്രി കിടക്കാൻ നേരം അരി അരച്ചിട്ട് വെച്ചിട്ടാണ് കിടന്നത്. അങ്ങനെ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഒന്ന് റെഡിയാവാഞ്ഞെന്നെല്ലാം ഞാൻ പിന്നെ കുറേ കഴിഞ്ഞ് ഈ യൂട്യൂബിലെല്ലാം അടിച്ച് നോക്കി. അപ്പാണ് അറിഞ്ഞത് ചോറില്ലേ, ചോറിൻ്റെ വറ്റ് ഇതിൽ ചേർക്കണം എന്നുള്ളത്. അരി അരച്ച് വെക്കുന്ന ടൈമിൽ അത് ഞാൻ ഇടാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ കൊണ്ടായിരിക്കാം പൊങ്ങി വരാതിരുന്നതെന്നുള്ളത്. അങ്ങനെ ഇതാ ഞാൻ ഇഡ്ഡലി ചുട്ടെടുക്കാൻ പോവാണ്. ഞാനിങ്ങോട്ടേക്ക് വരുന്ന ടൈമിൽ ഇഡ്ഡലി ചെമ്പ് വാങ്ങുമ്പില്ലേ, എന്നോടെല്ലാവരും പറഞ്ഞ് നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പോൾ ചെറുത് വാങ്ങുന്നതാ നല്ലതെന്ന്, വലുത് വെറുതെയാണെന്നെല്ലാം. പക്ഷേ ശരിക്കും നമുക്ക് യൂസ്ഫുൾ ആവുന്നതില്ലേ കുറച്ചും കൂടി വലുതാണ്. എനിക്കിത് ചെറിയ സൈസായിട്ടാണ് തോന്നിയത്. ഇഡ്ഡലിയെല്ലാം ചുട്ടെടുക്കാനും ഓക്കെയാണ്. പിന്നെ വേറെ എന്തെങ്കിലും ആവിക്ക് വെച്ചിട്ട് ചെയ്തെടുക്കുമ്പില്ലേ, വേറെ എന്തെങ്കിലും ഫുഡ് ട്രൈ ചെയ്ത് നോക്കാനാണെങ്കിൽ എനിക്കെന്തോ സൈസ് നല്ല ചെറുതായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ കരുതി ഇത് ഒറ്റ ട്രിപ്പിൽ ചുട്ടെടുക്കേണ്ടതേ ഉള്ളൂ, നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. പക്ഷേ ഇത് 2 ട്രിപ്പായിട്ട് തന്നെ ചുട്ടെടുക്കണം കേട്ടോ. ഒന്നിൽ 4 ഈ ഒരു സ്പേസ് ഉണ്ടാവില്ലേ, നമ്മൾ ഇഡ്ഡലി 4 ഇഡ്ഡലിയും പിന്നെ ഒന്നിൽ 5 ഇഡ്ഡലിയും ആയിട്ടാണ് നമുക്ക് വെക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ട്രിപ്പ് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ഒന്ന് റെഡിയായി വരുന്ന ടൈമിൽ നമുക്ക് ചട്നി ഉണ്ടാക്കാം. തലേ ദിവസം ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതി സാമ്പാറും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പം സാമ്പാർ മതി, ചട്നി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഋഷിക്ക് സാമ്പാറും കൂട്ടിയിട്ട് കഴിക്കാൻ അത്ര വലിയ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഏതായാലും ചട്നി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇഞ്ചിയും പച്ചമുളകും തേങ്ങയും ചെറിയ പീസ് ഉള്ളിയും എല്ലാം ഇട്ടിട്ട് ഞാൻ ആദ്യം ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നില്ലേ ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ അതിൻ്റെ മൂടി തുറന്നിട്ട് ഇതിങ്ങനെ പൊങ്ങി വരുന്നുണ്ടോ റെഡി ആവുന്നുണ്ടോ എന്നെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ട്രിപ്പ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചൂടാറി കഴിഞ്ഞിട്ട് അത് സ്പൂൺ വെച്ചിട്ട് എടുക്കാന്നുള്ള രീതിയിൽ. പിന്നെ ഇതാ ചട്നി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഏറ്റവും മടിയുള്ള സംഭവമാണ് ഈ കടുക് പൊട്ടിക്കൽ. ഈ കടുക് പൊട്ടിക്കുമ്പില്ലേ മൊത്തത്തിലില്ലേ ഫുള്ള് പുറത്തേക്ക് ഇങ്ങനെ തെറിച്ചിട്ട് ആകെ എണ്ണമയ വൃത്തികേട് പോലെ ആവുന്നുണ്ട്. അപ്പം എനിക്ക് കടുക് പൊട്ടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉണക്ക മുളക് വേണം, റെഡ് കളറുള്ള. അപ്പോൾ അത് ഇല്ല. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഇങ്ങനെ ഫുള്ളും മിക്സ് ആയിട്ടുള്ള സംഭവം. അതിൽ കുറച്ച് മുളകുണ്ട്, പക്ഷേ അത് ഉണ്ട മുളകാണ് കേട്ടോ. ഉണക്ക് അതാണെങ്കിൽ അത് ഇടാന്നുള്ള രീതിയിൽ അതെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലെല്ലാം ഇട്ട് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട്
നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചട്നിക്ക് വലിയ പണിയൊന്നുമില്ല കേട്ടോ, ചട്നി ഈസിയാണ്. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ സത്യം പറയുകയാണെങ്കിൽ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒന്നെടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെയാണെങ്കിൽ ചൂടാറി കഴിഞ്ഞിട്ടും സാധാരണ ഇഡ്ഡലി ഹാർഡായി പോവില്ലേ, ഇത് ചൂടാറി കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ആ മാവ് പൊങ്ങി വന്നിട്ടില്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇഡ്ഡലിയെല്ലാം നല്ല അടിപൊളിയാണ്. അങ്ങനെ ഞാൻ ഈ രണ്ടാമത്തെ ട്രിപ്പും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ 2 ട്രിപ്പ് മാത്രമേ ചുട്ടെടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. അവരെ ഡിസ്റ്റർബ് ആക്കണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാം സൗണ്ട് ഇല്ലാണ്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആ ഒരു ടൈമിലേക്ക് പുറത്ത് നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഈ സമയത്തൊന്നും ഞാൻ പുറത്തിറങ്ങലില്ല കേട്ടോ. ഇത് വല്ലാണ്ട് കണ്ണിനടിക്കുന്ന പോലത്തെ വെയിലാണ്. പിന്നെ തലേദിവസം രാത്രിക്ക് ഞാൻ അലക്കി വെച്ചതാണ് റഷ്യൻ്റെ പാൻറ്. അപ്പോൾ അത് വെയിൽ കൊണ്ട് കൊപ്പര പോലെ ആകുന്നതിന് മുമ്പ് ഞാനിങ്ങ് എടുക്കുന്നുണ്ട്. ഇവിടെ വിരിച്ചിട്ടില്ലേ, പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും. അതുകൊണ്ടാണ് അവിടെ വെക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്ത് ഉള്ളിൽ വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കന്നെ റഷ്യനിൽ എണീറ്റിട്ടുണ്ടേനു. പിന്നെ ഹംദ എണീക്കാൻ ഇപ്പം കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. ഇപ്പം കുറച്ചധികം തന്നെ, ചില ദിവസങ്ങളിൽ 12 മണിയെല്ലാം ആവും കേട്ടോ എണീക്കാൻ. അപ്പോൾ 2 നേരം മാത്രമേ ഫുഡ് കഴിക്കൂ, ഉച്ചയ്ക്കും രാത്രിക്കും. ചില ദിവസം കുറച്ച് നേരത്തെ എണീക്കും, 9 മണിയാകുമ്പം. അങ്ങനെ അങ്ങനെ ഇതാണ് രാവിലത്തെ നാസ്തയെല്ലാം കഴിക്കാൻ പോവാന്ന്. പിന്നെ ഈ 2 പേർ മാത്രമേ ഉള്ളിടത്തില്ലേ, സാമ്പാർ വെക്കുന്നതിനേക്കാളും നല്ലത് പുറത്തുനിന്ന് വാങ്ങുന്നതാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ നമ്മൾ വെച്ചാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇത് പെട്ടെന്നൊന്നും തീരില്ല. ഞാൻ സാമ്പാർ വെച്ചാലേ പെട്ടെന്നൊന്നും തീരൂല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചത്. രാവിലെ ആകുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുമല്ലോ. ഇതിപ്പം തലേ ദിവസം വെച്ച സാമ്പാറാണ്, നമ്മൾ രാവിലെയും കഴിച്ച് ഉച്ചത്തേക്ക് ഇത് കഴിയുമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റഷ്യയൊക്കെ പോയി. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള തുണിയും കൂടി എടുക്കലാണ് കേട്ടോ. നേരത്തെ എടുക്കാഞ്ഞത് പിന്നെ എല്ലാം കൂടി എടുക്കാനുള്ള ടൈമില്ല. അപ്പോഴത്തേക്കും ഫുഡെല്ലാം ഞാൻ മൊത്തത്തിലൊന്ന് സെറ്റാക്കി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടാണ്. ഇനി ബാക്കിയുള്ള പരിപാടി ക്ലീനിങ്ങും ഫുഡാക്കലുമാണ്. റഷ്യ ഉച്ചക്കേക്ക് ഫുഡ് കഴിക്കാൻ വരും. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് എല്ലാം റെഡിയാക്കി വെക്കാനുണ്ട്. ഫുഡൊക്കെ ആക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീനിങ്ങിൻ്റെ പരിപാടി നോക്കുക. പക്ഷേ ഇവിടെ ഇല്ലേ, മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ ഹംദയില്ലേ, ഓളെ ഡോളിൻ്റെ മുടിയൊക്കെ ഈ ചീർപ്പിൽ വാരിയിട്ട് അതിലിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു വൃത്തികേട് പോലെ. പിന്നെ ടോയ്സും കൊണ്ട് മംഗലപ്പര പോലെയാണ് ഉള്ളത്. എല്ലാ ഭാഗത്തായിട്ട് കുറച്ച് കുറച്ചുണ്ടാവും കേട്ടോ. എനിക്കിത് ഡെയിലി ഒരു അരമണിക്കൂർ ഇതൊന്നും എടുത്തു വെക്കാൻ സമയം വേണ്ടി വരും. ഇത് ഞാൻ
ഫുള്ളും ക്ലീനെല്ലാം ആക്കുന്നവരെ ഒരു കവറിലിട്ട് വെക്കും. തുടക്കലെല്ലാം കഴിഞ്ഞില്ലേ ഓള് ഇതെടുത്ത് പിന്നെയും ചെരിയും. പിന്നെ ഞാൻ രാവിലെ ആയിട്ട് എടുത്ത് വെക്കും. ഡെയിലി രാവിലെ ഇതൊന്ന് ഞാൻ തുടക്കാൻ ആ ഒരു ടൈമിൽ എടുത്തിട്ട് കവറിലിടും. പിന്നെ ഓളെ പറഞ്ഞിട്ടും കാര്യമില്ല, വേറെ എന്തെങ്കിലും ചെയ്യണ്ടേ. അങ്ങനെ. പിന്നെ രാവിലെ ഫുഡ് കഴിച്ചതിൻ്റെ ഒരു ലോഡ് പാത്രം കഴുകാനുണ്ടാവും. ഞാനിങ്ങനെ കൂട്ടി വെക്കലില്ല കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ച് കഴിയുന്നേനെ ഓരോന്ന് കഴുകി എടുക്കലുണ്ട്. പിന്നെ ഇത് പിന്നെ എപ്പോഴും രാവിലെ ഡെയിലി ഉള്ളതാണ്. പിന്നെ ഹംദ എണീറ്റിട്ടുണ്ട്. ഓൾക്ക് ഞാൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് മുട്ട കൊടുക്കലുണ്ട്, കാടമുട്ട. അപ്പോൾ ഡെയിലി ഒന്നും കഴിക്കൂല കേട്ടോ. ചില ദിവസം ഓള് പറയും ഇന്ന് മുട്ട വേണ്ടേന്ന് പറയും. അപ്പോൾ ഞാൻ ഉണ്ടാക്കലില്ല, ഓളോട് ചോദിച്ചിട്ടേ ഉണ്ടാക്കലുള്ളൂ. പിന്നെ ഇതിങ്ങനെ പറയില്ലേ കാടമുട്ട, ഒരു കാടമുട്ടൻ്റെ ഇത് എത്രയോ മുട്ട കഴിച്ചുണ്ടാവും എന്നെല്ലാം പറയില്ലേ. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറിയ മുട്ട. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവമാണ് ഇത്. ആദ്യമൊന്നും ഞാൻ കൊടുക്കലില്ല, വീട്ടിൽ നിന്ന് ഉമ്മയെല്ലാം വാങ്ങി കൊടുക്കും നല്ലതാണെന്നെല്ലാം പറഞ്ഞിട്ട്. ഞാൻ വാങ്ങി കൊടുക്കുകയില്ല കേട്ടോ. ഞാൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ ഓക്കും ഞാൻ ഇതൊന്നും വാങ്ങി കൊടുക്കുകയില്ല. അങ്ങനെ. പിന്നെ ഇഡ്ഡലീൻ്റെ ആ ഒരു മാവില്ലേ അത് ബാക്കിയുണ്ട്. അതിന് അത് വെച്ചിട്ട് ഇനി ദോശ മറ്റും ചുടാം. ഇനി പിറ്റേ ദിവസം ദോശ ചുട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ദോശയ്ക്ക് എന്തെങ്കിലും ചിക്കനും മീനെല്ലാം കറി കൂട്ടിയിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ചട്നീനേക്കാളും ടേസ്റ്റാണ് ദോശയ്ക്ക് മീൻ മുളകിട്ടതും എന്തെങ്കിലും കറി വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഇനി ഉച്ചക്കേക്കുള്ള പരിപാടിയാണ് കേട്ടോ. ഞാൻ മനസ്സിലായി എനിക്ക് സമയം കിട്ടലില്ല എന്നുള്ളത്. ഇങ്ങനെ ഓരോന്ന് എനിക്ക് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ഇരുന്നിട്ട് ഫോൺ കാണാനെല്ലാം കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ടാണ് ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കും. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ ചീര വറക്കാനാണ് കേട്ടോ. ഞാനിങ്ങനെ വിചാരിക്കും ഇത് മുഴുവനായിട്ട് വെക്കണോ അല്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് വെക്കണോ എന്നുള്ളത്. ഏതായാലും ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ, അതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. തികയില്ലെങ്കിൽ എന്തായാലും തികയുമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, നമുക്ക് എന്തായാലും അങ്ങനെ അധികം വറവ് കഴിക്കുകയില്ല. അപ്പോൾ ഓക്കെ ഇങ്ങനെ അറിയാണ്ടുള്ള ഞാൻ അതിൽ വെച്ച് കൊടുക്കുകയാണെങ്കിലേ കഴിക്കൂ, അല്ലാണ്ട് ഓളായിട്ട് അത് കഴിക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഏതായാലും ഉണ്ടാക്കി കളയുന്നതിനേക്കാളും നല്ലതല്ലേ. പിന്നെ ഞാൻ തലേദിവസം ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് അധികം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് കുറച്ചായിട്ട് ഓരോ ഗ്ലാസ് അരി ഇടുന്നതിനേക്കാളും നല്ലത് കുറച്ച് 2 ഗ്ലാസ് കൂട്ടി അങ്ങ് ഇട്ടാൽ പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഇല്ലേ, കുറച്ച് മാത്രം എടുക്കാനാണെങ്കിൽ ഞാനിങ്ങനത്തെ ഒരു കോല് വെച്ചിട്ട് കുത്തി എടുക്കലാണ് കേട്ടോ. ചതച്ചെടുക്കലാതെ അതിനായിട്ട് മിക്സിയിൽ എടുത്തിട്ട് വെറുതെ പയ്യാറാക്കണ്ടെന്ന് വിചാരിക്കും.
അങ്ങനെ ഉച്ചക്കേക്കുള്ള ഫുഡിൻ്റെ പരിപാടിയിൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് വേസ്റ്റ് ഉണ്ടാവില്ലേ, അതൊന്ന് പുറത്ത് കളയാൻ കൊണ്ടുപോവാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഏറ്റവും എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയ സംഭവം ഇതാണ്. വേസ്റ്റ് നാട്ടിലെല്ലാം ആകുമ്പില്ലേ, വേസ്റ്റ് നമുക്ക് കത്തിക്കാനും പറ്റില്ല, പുറത്തങ്ങനെ ഇടാനും പറ്റില്ല എന്നുള്ള അവസ്ഥയിലല്ലേ. ഇതാകുമ്പോൾ വേസ്റ്റ് ഇടാൻ ഈസിയാണ് കേട്ടോ. എനിക്കത് കുറച്ച് നല്ലതായിട്ട് തോന്നി. നാട്ടിൽ നിന്നല്ലേ ഞാൻ ജ്യൂസിൽ വരെ പഞ്ചസാര ഇടാണ്ടാണ് കുടിക്കൽ. എന്താണെന്ന് വെച്ചാൽ അധികം ഷുഗർ ഒന്നിനും ചേർക്കില്ല, മധുരമുള്ള ഐറ്റംസ് ഒന്നും കഴിക്കില്ല, ഷുഗർ കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് കഴിക്കൽ. ചോക്ലേറ്റ് അധികം കഴിക്കില്ല, അധികം കഴിച്ചാൽ എനിക്ക് തലവേദന ഉണ്ടാവും. ഇവിടെ വന്ന മുതൽ എല്ലാം മാറിയിട്ടുണ്ട്. ചോക്ലേറ്റ് ഇങ്ങനെ നല്ലവണ്ണം കഴിക്കാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്ക് വെറുതെ ഇരിക്കുന്ന സമയം ഉണ്ടാവില്ലേ, അന്നേരമെല്ലാം ഓരോ ചോക്ലേറ്റ് കഴിക്കാൻ പൂതിയുണ്ടാവും. അന്നേരം ഞാൻ ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്. ഈ ദുബായ് ചോക്ലേറ്റ് ഇല്ലേ, കുനാഫ, പിസ്താഷ്യോ, അതിൻ്റെ ചെറുതാണ് കേട്ടോ. ഇതിങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പ് മാറിയിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഉള്ളത്. കുറച്ച് മുമ്പെല്ലാണെങ്കിലില്ലേ, ഞാൻ ഈ മീനും ചിക്കനും ഒന്നും ഈ മുളകിങ്ങനെ പുരട്ടി വെക്കൂലേ, പൊരിക്കാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ചെയ്യൂല കേട്ടോ. സ്പൂൺ വെച്ചിട്ട് ചെയ്യും. കാര്യം എന്താ വെച്ചാൽ അങ്ങനെയായിട്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ കൈ പിന്നെ നോക്കണ്ട, പുകഞ്ഞിട്ട് പിന്നെ അതങ്ങനെ അതും കൊണ്ട് കുറേ കളിക്കും. ഇവിടെ വന്നപാടുള്ള ആ ഒരു ടൈമിലും ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യൽ. ഇപ്പോൾ ശരിയായിട്ടാ, ഇപ്പോൾ മാഷാ അല്ലാഹ് ഓരോന്ന് സെറ്റായി വരുന്നുണ്ട്. പിന്നെ മീൻ പൊരിക്കാനുള്ള അതിൻ്റെ ആ ഒരു മസാലയെല്ലാം ചെയ്തിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഋഷി ഇങ്ങോട്ടേക്ക് റൂമിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാനിങ്ങനെ മീൻ എന്തെങ്കിലും പൊരിക്കാനുണ്ടെങ്കിൽ പൊരിച്ചെടുക്കുക. ഇതിങ്ങനെ ചൂടോടെ കഴിക്കാനല്ലേ ടേസ്റ്റ് ഉണ്ടാകുക. ഇത് നേരത്തെ പൊരിച്ച് വെച്ചാൽ തണിഞ്ഞിങ്ങനെ വലിയ രസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇത് പൊരിച്ചെടുക്കുന്നുള്ളത് വരാനായ ആ ഒരു ടൈമിൽ. അങ്ങനെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ രാത്രിക്കാണ് കേട്ടോ. ഞാൻ രാത്രിക്കേക്ക് മീൻ മുളകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ റൊട്ടിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോവാണ് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് പുറത്ത് പോക്കുണ്ട്. എപ്പോഴും ഇങ്ങനെ റൂമിൽ തന്നെയല്ലേ. അപ്പോൾ റഷി പറഞ്ഞ് എല്ലാ ദിവസവും രാത്രി ജസ്റ്റ് നമുക്കൊന്ന് നടക്കാൻ പോവാം, എന്നാൽ നല്ലതാണ്, റൂമിൽ തന്നെ നിൽക്കണ്ടല്ലോ. പിന്നെ ഞാനിപ്പോൾ കൂടുതലായിട്ട് അങ്ങനെ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഹംദക്കാണെങ്കിൽ ഇത് വാങ്ങിയിട്ട് ഓൾക്ക് അത്ര സെറ്റായിട്ടില്ല. അപ്പം ഓളും ഓടിച്ച് പഠിച്ചോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇറങ്ങലുണ്ട്. പിന്നെയാണെങ്കിൽ അങ്ങനെ ഇന്ന് പുറത്തിറങ്ങിയാലോ ഞാൻ പറഞ്ഞ് എനിക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ പൂതിയാന്ന്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. ജസ്റ്റ് 1 മണിക്കൂർ അല്ലെങ്കിൽ കൂടിപ്പോയാൽ 1.5 മണിക്കൂർ അങ്ങനെ ഉണ്ടാവും. 1 മണിക്കൂർ കൊണ്ട് തന്നെ തിരിച്ച് റൂമിലെത്തലുണ്ട്. ഒരു 10:30 ആകുമ്പോൾ പോയിട്ട് 11:30 ആകുമ്പോഴേക്ക് 11:45 ആകുമ്പോഴേക്ക് തിരിച്ചെത്തും. പിന്നെ ഇന്ന് ജ്യൂസ് കുടിക്കാൻ ആ ഒരു ഏരിയയിൽ പോയ ഭാഗത്ത് നല്ല തിരക്കേനു, അതുകൊണ്ട് ഓൾക്ക് അങ്ങനെ ഓടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഞങ്ങൾ റൂമിൻ്റെ താഴെയിലാണ് കേട്ടോ. അങ്ങനെ ഓടിച്ച് ഇപ്പം ഞങ്ങൾ റൂമിലേക്ക് തിരിച്ച് പോക്കാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.